രാജാഗജാന്തരത്തിൽ പറയുന്ന ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ കുറച്ചും കൂടി വൈഡായിട്ട് അല്ലേ, കുറച്ചുകൂടി വൈഡായിട്ട്. പക്ഷേ ഇതിൽ കുറവൊന്നുമില്ല. ഏതെങ്കിലും വീട്ടിലൊക്കെ കയറിയിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. മതി എന്ന് പറഞ്ഞാൽ നമുക്കെന്തോ ഇനിയിപ്പോൾ ഇതിനെന്തെങ്കിലും ദേഷ്യം ഉണ്ടോ എന്നുള്ളത് തോന്നലൊരു അങ്ങനെയാണ്. അപ്പോൾ ഹക്കീം കട്ട് പറഞ്ഞാലും ആക്ഷന് മുമ്പ് ഹക്കീം ഇങ്ങനെ കളിക്കും. ആക്ഷനിലല്ലാണ്ട് തന്നെ നിർമ്മലേട്ടൻ കോഴിക്കോട് നിന്ന് എന്തെങ്കിലും ഫുഡ് പരിപാടികളൊക്കെ കൊണ്ടുവന്നിരുന്നോ? ഇല്ല, അങ്ങനത്തെ ഒരു പോയി വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. എനിക്ക് തന്നെ DQ ഒക്കെ സൽമാൻ്റെ ഒരു കമ്പനി ഇത് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സംഭവമാണ്. കാരണം ഒരു നല്ല സിനിമ അല്ലെങ്കിൽ അവരെടുക്കൂല. DQ എനിക്ക് പേഴ്സണലി മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഈ ഒരു റിയലി പ്രൗഡാണ്, ഇങ്ങനെ ഈ ഗ്രോത്ത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. കൗമുദി മൂവീസിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കടകൻ എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് എൻ്റെ മുമ്പിൽ കുറച്ച് പേരുണ്ട്. നമ്മുടെ അശോകൻ ചേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ അശോകൻ ചേട്ടൻ്റെ അടുത്ത് തന്നെ ഞാൻ ആദ്യം ചോദിക്കാം, ചേട്ടാ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. കടകൻ ആ പേരിൽ എനിക്ക് അതിൻ്റെ ആ സോങ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഫൈറ്റ് പടമായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഭയങ്കര ഫൈറ്റ് പോലെ ഫീൽ ചെയ്തു. ചേട്ടന് എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? മലപ്പുറത്താണ് ഷൂട്ട് എന്നൊക്കെ ഹക്കീം പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? നിലമ്പൂരായിരുന്നു ഷൂട്ട് ലൊക്കേഷനൊക്കെ. ഇതൊരു ഫൈറ്റ് മൂവിയല്ല, പക്ഷെ എന്നാലും 5 ഫൈറ്റ് ഉണ്ട്. എന്നാലും 5 ഫൈറ്റ് ഉണ്ട്. അല്ല, അത് ആവശ്യമുള്ളതാണ്. ഇതൊരു ഫാമിലി ഇമോഷണലായിട്ടുള്ള ഒരു ഡ്രാമയാണ് മെയിനായിട്ട്. പിന്നെ അതിൽ കോമഡി ഉണ്ട്, സോങ്സ് ഉണ്ട്, പ്രണയമുണ്ട്. അതായത് എല്ലാ ചേരുവകളും ചേർന്നിട്ടുള്ള ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ചേരുവകളും അതിൻ്റെ അകത്തുണ്ട്. അല്ലാതെ ഒരു ഫൈറ്റ് മൂവിയല്ല. പിന്നെ ഇത് നിലമ്പൂരാണ് ഷൂട്ട് ചെയ്തത്. വളരെ എന്താണ് അവിടുത്തെ സ്ലാങ് പിടിച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യുന്ന ക്യാരക്ടർ തന്നെ ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഹക്കീമിൻ്റെ വാപ്പയായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് നല്ലൊരു ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അത് കുറച്ച് മാസ് ഒക്കെ ആയിട്ട് വരുന്നൊരു ക്യാരക്ടറാണ്. മാസ് തന്നെ ഡയലോഗിലൊക്കെ ഉള്ളു, അല്ലാതെ നമ്മൾ ഫൈറ്റിലൊന്നുമില്ല. അങ്ങനെയുള്ളൊരു ഒരു എന്താ പറഞ്ഞാൽ എല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു സിനിമയാണ്. എല്ലാവർക്കും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമ തന്നെയാണ്. ഹക്കീം, യെസ്, എന്തുണ്ട് വിശേഷം? സുഖം. മലപ്പുറം പരിപാടികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. നല്ല സ്നേഹമുള്ള നാട്ടുകാരാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്തതൊക്കെ നിലമ്പൂർ മമ്പാട് ആ ഏരിയയിലായിരുന്നു. ഒരു 90% ഷൂട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ നല്ല സഹകരണമായിരുന്നു അവിടെയുള്ള ആളുകൾക്കൊക്കെ. ഏതെങ്കിലും വീട്ടിലൊക്കെ കയറിയിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. മതി എന്ന് പറഞ്ഞാൽ നമുക്കെന്തോ ഇനിയിപ്പോൾ ഇതിനെന്തെങ്കിലും ദേഷ്യം ഉണ്ടോ എന്നുള്ളത് തോന്നലൊരു അങ്ങനെയാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പുറത്തിറക്കിയ അമ്പലത്തിൻ്റെ ആ ഫൈറ്റ് സോങ്, അതിനകത്ത് ഒരു 90% നാട്ടുകാരാണത്. അല്ലാതെ നമ്മൾ വിളിച്ച ജൂനിയർ ആർട്ടിസ്റ്റുകളൊന്നുമല്ല, ഷൂട്ട് കാണാനായിട്ട് വന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ സഹകരണം ഭയങ്കര വരുന്നത്. അതായത് നമ്മൾ നാളെ ഇതേ കോസ്റ്റ്യൂമിൽ തന്നെ വരുമ്പോൾ വിത്ത് കണ്ടിന്യൂറ്റി അതേ കോസ്റ്റ്യൂമിൽ തന്നെ വന്ന് നിൽക്കുക. രാത്രി 7 മണി തൊട്ട് രാവിലെ 3 മണി വരെ അവർ സഹകരിച്ചു. അത്രയധികം സഹകരണവും. ഇപ്പോൾ നിലമ്പൂർ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ നാട്ടിൽ കുറച്ച് ആളുകളുണ്ടായിരുന്നു ഷൂട്ടിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ സഹകരണം ഭയങ്കര വലുതായിരുന്നു. അങ്ങനെ എനിക്ക് അത് കഴിഞ്ഞ് സോങ് കഴിഞ്ഞിട്ട് നമ്മൾ പാക്കപ്പ് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാം കൂടി പാട്ട് വെച്ചിട്ട് ഡാൻസ് ഉണ്ട്. അതിലും കൂടി എല്ലാവരും, അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി അങ്ങനെ അവർക്കും ഭയങ്കര ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ഭയങ്കര സഹകരണത്തോടെ തീർത്തൊരു പടമായിരുന്നത്. അപ്പോൾ ബെസ്റ്റ് ലൊക്കേഷനാണ്, ഗംഭീര ലൊക്കേഷൻ. ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്നതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ ഗ്രാമം. അതെ, ഇതുവരെ കാണാത്ത ഒരു രീതിയിലാണ്, ഒരു ബാക്ക് ഡ്രോപ്പിലാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെറിയ മണൽക്കടത്ത് പരിപാടി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അശോകൻ ചേട്ടൻ്റെ വാപ്പയായിട്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ അശോകൻ ചേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ കാണാത്തൊരു ക്യാരക്ടറാണ് അശോകൻ ചേട്ടൻ ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു മാസ് പരിപാടി പണ്ട് അശോകൻ ചേട്ടൻ ചെയ്ത് നിർത്തിയ, എൻ്റെ ഉപ്പ ചെയ്ത് നിർത്തിയ വഴിയിലൂടെ മകൻ പോകുമ്പോൾ ഉള്ള കോൺഫ്ലിക്റ്റും, എന്നാൽ എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ്. ആ ഒരു രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെയാണ് ഞാനും ഉപ്പയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലി ഡ്രാമയാണ്. ഇമോഷൻസ് ഉണ്ട്, പ്രണയമുണ്ട്, ഫൈറ്റ് ഉണ്ട്, 4-5 ഫൈറ്റ് ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിർമ്മലേട്ടാ, ആ വിളി കേൾക്കുമ്പോൾ തന്നെ നിർമ്മലേട്ടൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് കടകനില്? എനിക്ക് ഇവരുടെ കൂടെ തന്നെയാണ്. പക്ഷേ ഇവരുടെ ഈ ഗ്യാങ് അല്ല, അവർ കുറച്ച് മുതിർന്നതുകൊണ്ട് ഇവരെ ചില ചെയ്യുന്നതിന് വിട്ടേക്കടാ, പ്രശ്നമാക്കണ്ട, സോൾവ് പിന്നെ നമുക്ക് ചെറിയൊരു വില തരുന്നതുകൊണ്ട് നമ്മുടെ വാക്കിന് ഇവരൊരു വിലയുണ്ട്. വേണ്ട, വിട്ടേക്ക്, ഇതാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ചെറിയ തമാശ സീനുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെ ഇമോഷണൽ പരിപാടികളൊക്കെ നിന്നിട്ട് പിന്നെ മലപ്പുറം നിലമ്പൂര് ഭാഗത്തായാലും കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ലേ? സ്ലാങ് വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ കോഴിക്കോടല്ല, ഇതിന് കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ഇങ്ങനെ കാട്ടിയ ആ സാധനമൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള കുറേ സാധനമുണ്ട്. ആക്ച്വലി ഈ സ്ലാങ് പഠിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അല്ല, അങ്ങനെ ഒരുപാട് തനി മലപ്പുറത്തിൻ്റെ ആ ക്ലോക്കിൽ അത്ര ഡീപ്പായിട്ട് പിടിച്ചിട്ടില്ല. കാരണം എല്ലാ ഓഡിയൻസിനും മനസ്സിലാവണ്ടേ. അപ്പോൾ എന്നാൽ മലപ്പുറത്താണ് നടക്കുന്നതെന്ന് തോന്നുന്നു, ആ ഒരു രീതിയിലുള്ളൂ. പക്ഷേ എന്നാലും അതും ബുദ്ധിമുട്ടാണ്. കാരണം ഡബിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കിനും വീണ്ടും ഒരുപാട് റീടേക്സ് പോകേണ്ടി വരും. പിന്നെ ഞാൻ ഇതിനകത്ത് ചോദ്യം ചെയ്യുന്നത് വളരെ ലേറ്റ്, ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു ഞാനാണ് ഇന്നാവുന്നത്. ഒരു 1-2 മുന്നെയാണ് എൻ്റെ കഥയും കാര്യങ്ങളും ഒക്കെ ഞാൻ അറിയുന്നതും പരിപാടിയൊക്കെ. അപ്പോൾ എനിക്ക് അതിനുള്ള ടൈമോ ഹോംവർക്ക് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ ചേട്ടാ, ഇപ്പം ഒരു അമ്പലം ഉത്സവം അവിടെ നടക്കുന്ന ഒരു ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതിനു മുമ്പൊരു പടം വന്നിരുന്നു, അമ്പലം ഫൈറ്റ്, അർജുൻ്റെ. അപ്പോൾ അതിനകത്തൊരു ഫൈറ്റ് ഓൾറെഡി നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇതും അശ്വൻ ചേട്ടൻ കണ്ടല്ലോ, ഇതും ഒരു അമ്പലം റിലേറ്റഡ് ആയിട്ടുള്ളത്. 2 ഫൈറ്റും കണ്ടപ്പോൾ എന്ത് തോന്നി? അല്ല, ഇത് എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര ക്രൗഡിനെ വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഫൈറ്റൊന്നുമല്ല. പക്ഷെ ഫൈറ്റ് ഗംഭീരമാണ്. ഇതൊരു ഗ്രാമത്തിൽ പറയുന്നൊരു സംഭവമല്ലേ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അവിടെ കുറേ സംഭവങ്ങൾ, പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഫൈറ്റ് സൂപ്പറാണ് അതിൻ്റെ അകത്ത്. മറ്റേ അജഗജാന്തരത്തിൽ പറയുന്ന ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ കുറച്ചും കൂടി വൈഡായിട്ട് അല്ലേ, കുറച്ചുകൂടി വൈഡായിട്ട്. പക്ഷേ ഇതിൽ കുറവൊന്നുമില്ല. ഫൈറ്റ് മാസ്റ്റേഴ്സ് പറഞ്ഞ 3 മാസ്റ്റേഴ്സാണ് ഇതിൽ വർക്ക് ചെയ്തേക്കണം. 5 ഫൈറ്റും 3 മാസ്റ്ററാണ്. അപ്പം നല്ല ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഷമീർ ആയതുകൊണ്ട് അത് ഗംഭീരമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട്. പിന്നെ സൗണ്ട്സ് ഒക്കെ മിക്സിങ്ങും വേറെ ലെവലാണ്. എനിക്ക് ആ സോങ്ങിൽ കണ്ടപ്പോൾ ആ ഹക്കീമിൻ്റെ ആ ഇടിച്ചിട്ട് ഉള്ള ഫേസിൽ വരുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് ഇടി കൊള്ളുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തേ. അത്രയും പവർഫുൾ ഇടി. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ്റെ ഇടി അത് ഇടിക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ ആ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു പഞ്ച് ഫീൽ ചെയ്യും എന്നൊക്കെ. അതുപോലെ ഹക്കീമിൻ്റെ ആ ഇടിക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത ആ വീഡിയോയിൽ, ആ സോങ്ങിൽ. താങ്ക് യു സോ മച്ച്. പക്ഷേ ഇത് നിർത്താൻ വേണ്ടിയിട്ടുള്ള പുലർച്ചെ 4:30 വരെ ഇരുന്നാടി. അത് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ അമ്പലത്തിലെ ഫൈറ്റ് ഷൂട്ട് ചെയ്തത്. കാരണം അതിനുള്ള ടൈം ഉണ്ടായിരുന്നുള്ളൂ ആ സമയം. പടം ലാസ്റ്റാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത് അമ്പലത്തിൽ. അപ്പോൾ ഭയങ്കര റോയ അടിയാണ്, എന്നാൽ ഭയങ്കര മാസില്ല, ഭയങ്കര റോയായിട്ട്, ഭയങ്കര എന്താ പറയുക, അത്ര അങ്ങനെയാണ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫൈറ്റിൻ്റെ മെയിൻ ഫൈറ്റ് സീക്വൻസ് കൊറിയോഗ്രാഫി ചെയ്യാൻ ഞങ്ങൾക്ക് ആകെ ഒരു ദിവസം സമയം ഉണ്ടായിരുന്നു. 7 മണി 8 മണി തൊട്ട് രാത്രി 3 മണി 4 മണിക്കുള്ളിൽ ഞങ്ങൾക്ക് തീർക്കണമായിരുന്നു. സോ ടക്ക് 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 ടക്കേന്ന് അടിച്ച് തീർക്കുമ്പോൾ അത്രയധികം ഇൻവോൾവ്ഡ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ നാളെയും ഇതേ എഫേർട്ട് എടുക്കണം ഓർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർത്തതാണ് പരിപാടി. ഇവരുടെ ഈ ഫൈറ്റ് ഞാൻ അടിയാർക്കുമ്പോൾ തടയുന്നുണ്ട്, വിട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഹക്കീം കട്ട് പറഞ്ഞാലും ആക്ഷൻ്റെ മുമ്പും ഹക്കീം ഇങ്ങനെ കളിക്കും. ആക്ഷനിലല്ലാണ്ട് തന്നെ പ്രീസ പിന്നെ മുപ്പര സാധനം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഇതിപ്പോൾ മെയിൻ ഫൈറ്റ് സീക്വൻസ് ഒരു 80-90% ഞാൻ മാത്രമേ ഫൈറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇതൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇവർ അവിടെ സൈഡിൽ കഴിഞ്ഞു ശരി. അപ്പം ഞാൻ പറയും വന്നടിക്കണം നോക്കിക്കണം. നിർമ്മലേട്ടൻ്റെ അതിൻ്റെ ഇടയിൽ ഞാൻ കോമഡി പറഞ്ഞാൽ പോരെ, അങ്ങനെയൊക്കെ ഓട്ടമുണ്ട്, ഭയങ്കര ഓട്ടമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇവരെ കൂടെ ഓടിയെത്താൻ ഞാൻ കയറി അടിക്കടാ, പിന്നെ ഓടിയില്ല. ഞാൻ ഇവരെ ഉത്തരവിടലായി പോയി അടിക്കുന്നൊക്കെ. ഇത്രയും ഫൈറ്റൊക്കെ സംബന്ധിച്ചപ്പോൾ എന്തെങ്കിലും പരിക്കുകൾ എന്തെങ്കിലും പറ്റിയിരുന്നോ? ഇല്ലില്ല, എനിക്കിതിന് മുന്നേ കുറേ പരിക്കുകൾ പറ്റിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര കെയർഫുള്ളായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പരിക്കുകൾ ഉണ്ടായിട്ടില്ല ഭാഗ്യത്തിന് ഈ പടത്തിൽ. ബാക്കി എല്ലാ പടത്തിനും പരിക്കുകളും ഉണ്ടാവും. അങ്ങനെ അശോകൻ ചേട്ടാ, സ്ഥിരം എല്ലാ ഇൻ്റർവ്യൂവിലും അശോകൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. ഞാനും ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ അശോകൻ ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ എന്നോട് ചോദിക്കാൻ പറഞ്ഞു, ഈ പണ്ട് കണ്ട കുറേ പടങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോഴും ഇപ്പം എൻ്റെ ഫ്രണ്ടൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ മൊബൈലിൽ ചില സീൻസ്, അശോകൻ ചേട്ടൻ്റെയൊക്കെ സീൻസ്, CID മൂസിലൊക്കെ സീൻസ് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ ആ ഒരു കോംബോയോ പുതിയ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാനുണ്ടോ ഇനി? അല്ല, അതൊക്കെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും റൈറ്റേഴ്സും ഡയറക്ടേഴ്സും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഐഡിയയിൽ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനൊരു ന്യൂസ് കിട്ടിയിട്ടില്ല. നിർമ്മലേട്ടൻ കോഴിക്കോട് നിന്ന് എന്തെങ്കിലും ഫുഡ് പരിപാടികളൊക്കെ കൊണ്ടുവന്നിരുന്നോ? ഇല്ല, അങ്ങനത്തെ ഒരു പോയി വരും. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. ഇല്ലേ, ഞങ്ങൾ ഇല്ല ഹൽവയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഞാൻ ചോദിക്കാൻ, കാരണം ഞാനും നിർമ്മലേട്ടൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ്. അപ്പം
കോഴിക്കോട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിർമ്മലായിട്ടും നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ തന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇത്ര അടുത്തായതുകൊണ്ട്. ഇല്ല, അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അവിടെ ഒരു നിലമ്പൂർ ഒരു യൂണിയൻ ഹോട്ടലുണ്ട്, അവിടെ നല്ല മട്ടൻ കറി കിട്ടുന്ന ഹോട്ടൽ. അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെ പോയി വീട്ടിൽ വന്ന് പോകാനുള്ള പരിപാടിയില്ലായിരുന്നു. ഒരിക്കൽ വന്നപ്പോൾ കുറച്ച് ഹലുവ നമ്മുടെ വീട്ടിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, കാന്താരി മുളക് കൊണ്ടുപോയിട്ട്. അതുപോലെ ഒരു സന്തോഷം തരുന്ന കാര്യമാണ് നമ്മുടെ ഫ്ലെക്സിലൊക്കെ കാണുന്നത്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. അതെ, അത് ആക്ച്വലി എങ്ങനെ അതിലേക്ക് എത്തി? വെയ്ഫെയർ എനിക്ക് തന്നെ DQ ഒക്കെ ദുൽസൽമാൻ്റെ ഒരു കമ്പനി ഇത് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സംഭവമാണ്. കാരണം ഒരു നല്ല സിനിമ അല്ലെങ്കിൽ അവരെടുക്കൂല. അതെ, ഇപ്പൊ പ്രേക്ഷകർക്ക് അത് ആ പേര് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷയാണ്. അതാ പറഞ്ഞത്. അപ്പം അത് ആ കമ്പനി അത് കണ്ട് അത് വിലയിരുത്തിയതിന് ശേഷമാണ് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു തെളിവാണ് അവരത് എടുത്തേക്കണത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷമുണ്ട്. ഇത് പബ്ലിക്കിന് ഭയങ്കര ഒരു കാച്ചിങ് ആണ്. കാരണം ഇത് ഇവരാണല്ലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അതൊരു എന്ത് തോന്നുന്നു? ഇത് ഈ വേഫേഴ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതായത് കാരണം എൻ്റെയൊക്കെ ഫസ്റ്റ് സിനിമ DQൻ്റെ കൂടെയാണ്. ഞാൻ ഫസ്റ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായത് DQൻ്റെ സിനിമയിലാണ്. ഒരുപാട് കഥകൾ. അപ്പോൾ ഈ പറയുന്ന DQ എനിക്ക് പേഴ്സണലി മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഈ ഒരു റിയലി പ്രൗഡാണ്, ഇങ്ങനെ എന്നിട്ട് ഈ ഗ്രോത്ത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഒരു സീനിലാണ് ഞാൻ അഭിനയിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചാർലിയിൽ 100 ദിവസം ഒരു 6 മാസത്തോളമുള്ള ഇടപഴകലിൽ അത് വേറൊരു റിലേഷൻഷിപ്പായി. ലൈക്ക് ഭയങ്കര ഒരു ബ്രദർലി ഫീൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വന്ന് പല പടങ്ങളും പുള്ളി കണ്ടിട്ടുണ്ട്. കടസിലെ ബിരിയാണി കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഗ്രോത്തിൽ പുള്ളി ഭയങ്കര ഹാപ്പിയും പ്രൗഡും ആണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതുപോലെ തന്നെ പുള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഈ കമ്പനി ഡിസ്ട്രിബ്യൂഷൻ എടുത്തു എന്നറിയുമ്പോൾ അവർ റെഡിയാണെന്ന് അറിയുമ്പോൾ തന്നെ അത് ലൈക്ക് വേഫേഴ്സ് അങ്ങനെ പടങ്ങൾ ചെയ്യുന്നില്ല പുറത്തുനിന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് അവർക്ക് തന്നെ മമ്മൂക്കയുടെയും DQൻ്റെയും പടങ്ങൾ, പിന്നെ ഈ പറയുന്ന പോലെ തമിഴിൽ ഇറങ്ങുന്ന പടങ്ങൾ, ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്ത പടങ്ങൾ, ഇതൊക്കെ വളരെ സെലക്റ്റീവായിട്ട് നോക്കി മാത്രം ചെയ്യുന്ന പടങ്ങളാണ്. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞത് തന്നെ വളരെ വലിയ കാര്യമല്ലേ. ലൈക്ക് നമ്മുടെ ഒരു പകുതി കോൺഫിഡൻസ് അവിടെ കൂടി. ഈ പടം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷ നമുക്ക് വീണ്ടും കൂടി. കാരണം നമ്മളിതിനകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റ് കംപ്ലീറ്റ്ലി തെറ്റിപ്പോവും. ഇത് നല്ലതാണോ, ഇത് എന്താണ് സംഭവിക്കുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു സപ്പോർട്ട് വളരെ വലുതാണ്, നമ്മളെപ്പോലുള്ള തുടക്കക്കാർക്ക് വളരെ വലുതാണ്. അത് എനിക്കൊരു തുടക്കക്കാരൻ്റെ രീതിയിൽ ഇതെനിക്ക് കുറേ ഓവറാണ്. ഫസ്റ്റ് ഇവരുടെ കൂടെ അശോകേട്ടൻ്റെ ഇവരൊക്കെ കൂടെ അഭിനയിച്ചു. പിന്നെ പോസ്റ്ററിൽ ഫോട്ടോ വന്നു. ലാസ്റ്റ് ഇപ്പോൾ വേഫാറെ കൂടെ എടുത്തപ്പോൾ എനിക്ക് ഓവറായത്. നാട്ടിലൊക്കെ ഫ്രണ്ട്സൊക്കെ എന്തോ നാട്ടിൽ ഗ്രൂപ്പിൽ തട്ടിവിടല്ലേ. ഗ്രൂപ്പ് അവർ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ ദുബായിൽ നിന്നൊരു 7 ആൾ പടം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവനെങ്ങനെ വെച്ചാൽ ഇവൻ ജോലി എടുപ്പിക്കാൻ വേണ്ടി 7 ആളെ ദുബായിക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഫ്രണ്ട്സ് പണിയെടുക്കും, കാശടിച്ചു കൊടുക്കും, ഇവിടെ ഫുഡടിക്കുന്നതാണ് പരിപാടി. ഈ 7 ആൾക്കാരും അവിടെ നിന്ന് ലീവ് എടുത്ത് ഇവിടെ പോകുന്നിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ് ഇവിടെ. അതെ, രക്ഷപ്പെട്ട ഇതൊക്കെ തിരിച്ചു കൊടുക്കണേ. അങ്ങനെ അതിനെ നിർത്തിയാണ്. അപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര സപ്പോർട്ട്, പിള്ളേർ ഭയങ്കര സപ്പോർട്ടാണ്. വാപ്പമ്മ ഇപ്പം സപ്പോർട്ടായി. കാരണം ഒറ്റ മോനാ വീട്ടിൽ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലെങ്കിലും ഒന്ന് രക്ഷപ്പെടണടാ, ഫുട്ബോൾ അത് അങ്ങനെ പോയി. അപ്പോൾ ഇതിലെങ്കിലൊക്കെ അങ്ങനത്തെ ഒരു മൈൻഡിൽ നിൽക്കുകയാണ്. അതൊക്കെ തന്നെ എന്തായാലും രക്ഷപ്പെടുമെന്ന് വിചാരിക്കണം. ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ തിയേറ്റർ കുലുങ്ങോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ ട്രോളും. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. കാരണം നമ്മുടെ ആ സോങ് തന്നെ പല ട്രാക്കും അതിനകത്ത് ഓഡിബിൾ അല്ല നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ. അപ്പോൾ തിയേറ്ററിൽ ഇരുന്നാലേ കറക്റ്റ് ആ സൗണ്ട് നമുക്ക് കിട്ടുള്ളൂ, ആ ഒരു ഫീല് കിട്ടുള്ളൂ. ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ഗോപിച്ചേൻ്റെയും ഷമീറിൻ്റെയും ഒക്കെ വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഫൈനൽ മിക്സ്, ബാക്കിയുള്ള ഫൈനൽ മിക്സ് കാര്യങ്ങൾ സൗണ്ടൊക്കെ ഭയങ്കര രസമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് കണ്ട ആൾക്കാർ പറഞ്ഞു. 2 മണിക്കൂർ പോയതറിഞ്ഞില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമ്മുടെ പടത്തിന് കിട്ടുന്ന നല്ല നല്ല പോസിറ്റീവ് റെസ്പോൺസ് തിയേറ്റർ വാച്ചാണ് എന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ഈ പടത്തിൻ്റെ യഥാർത്ഥ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ. അതെ, മാർച്ച് 1 തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും ഘടകൻ കണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ തിയേറ്ററിൽ തന്നെ പോകണം. അല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന് കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം പറഞ്ഞല്ലോ OTT വരുമ്പോൾ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, തിയേറ്ററിൽ പോയി തന്നെ. OTT ആണെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ OTT വേണ്ടെന്നല്ല പറയണം. OTT ആണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് സിനിമ കാണുമ്പോൾ ഒത്തിരി ഡിസ്റ്റർബൻസ് ആണെന്ന് അറിയാമോ. ആരൊക്കെയോ വീട്ടിൽ വരുന്നു, എത്രയോ കോള് വരുന്നു. ഞാനൊക്കെ OTT കാണുന്ന 10:00 ശേഷമാണ് രാത്രി വീട്ടിൽ നിന്ന് കാണുന്നത്. അല്ലേ കാണാൻ പറ്റില്ല നമുക്ക്.
അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് കണ്ട്, എക്സ്പെഷ്യലി അങ്ങനത്തെ സിനിമയാണെങ്കിൽ നമ്മളത് കാണുള്ളൂ. പിന്നെ രാവിലെ ഈ പറഞ്ഞ പോലെ ഞായറാഴ്ച ആയിരിക്കണം ഇത്തിരി ലേറ്റായിട്ട് എണീക്കുന്നത് നമുക്ക് പറ്റില്ല. നമുക്ക് രാവിലെ 5:30 എഴുന്നേറ്റ് നേരെ റെഡി ചെയ്ത് കൂടി നടക്കാൻ പോകുക, എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഇത് പറ്റുന്നതല്ല. തിയേറ്റർ എന്ന് പറഞ്ഞാൽ സിനിമ തിയേറ്റർ തന്നെ കാണണം. ആ മാസ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് വളരെ നമ്മൾ ആസ്വദിച്ച് കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണാം. ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള തോന്നലുണ്ടാവരുത്. അപ്പോഴാണ് ആ സിനിമയിൽ നമ്മൾ ലയിക്കേണ്ടത്. വീട്ടിലൊരിക്കലും അങ്ങനെ നടക്കില്ല. പക്ഷെ എന്നാലും OTT സേഫാണ് കുറേയൊക്കെ നമുക്ക് പ്രൊഡ്യൂസർക്കൊക്കെ. പിന്നെ ചില ആൾക്കാർ പറയുമല്ലോ, അയ്യോ ഇത് തിയേറ്ററിൽ കാണാമായിരുന്നു, അങ്ങനെ പറയും. അതായത് പടം കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കാണണ്ടെന്ന് വിചാരിച്ചു. ഈ പറയുന്ന പോലെ പുറമേ ഉള്ള ആ ബസ്സിൻ്റെ ഇടയ്ക്കുണ്ടാവുന്ന തീരുമാനത്തിൽ എന്നാൽ പിന്നെ OTT കണ്ടാൽ മതി എന്ന് വിചാരിക്കും. പക്ഷേ ചില സിനിമകൾ ആൾക്കാർ OTT കണ്ടു കഴിഞ്ഞിട്ടാണ് വിചാരിക്കുന്നത്, ഇത് തിയേറ്റർ മിസ്സായല്ലോ എന്ന് പറയാം. അപ്പം അങ്ങനെ മിസ്സാവാതിരിക്കുക എന്ന് മിസ്സാവാതിരിക്കുക. അതുപോലെ ഹക്കീം, ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഇപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ ഹക്കീം ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, സിനിമ മോഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഹക്കീം. ഒരുപാട് നാളുകൾ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഇൻസ്പിറേഷൻ പോലെ എന്തെങ്കിലും, ഇപ്പം എന്നോട് പറഞ്ഞ ആ സെയിം ഡയലോഗ് ഞാനിവിടെ പറയാണ്. ചിലപ്പോൾ ഹക്കീമിൻ്റെ അടുത്ത് ചോദിക്കും, ഹക്കീം എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ പറഞ്ഞിട്ട് അത് റീലായിട്ട് കട്ട് ചെയ്ത് നാളെ വൈറലായി വന്നാലോ, ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ ആയാലോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഇപ്പോൾ ലൈക്ക് ഞാനിപ്പോൾ ഈ പറയുന്ന ആക്ട് ലാബ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ തിയേറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അവരെല്ലാവരും എന്നോട് പറയുന്നത് നീ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്, ലൈക്ക് ഒരിക്കലും നമുക്ക് എല്ലാവർക്കും എത്താൻ പറ്റും എന്നുള്ളൊരു പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നെ കാണുമ്പോൾ അങ്ങനെ പ്രതീക്ഷ ഉണ്ടെന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ, അങ്ങനെ സംഭവിക്കുന്നതിൽ. ഇത് ഞാൻ മാത്രം വിചാരിച്ച് സംഭവിക്കുന്നതല്ല. ഇപ്പോൾ കടകൻ ഞാൻ വിചാരിച്ചിട്ട് നടന്ന പടമല്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ 1.5 ആഴ്ച മുന്നെയാണ് അതിനകത്തേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ ഇതുവരെ ഒരാളോട് പോലും ഞാൻ ചാൻസ് ചോദിച്ച് പോയിട്ടില്ല. അങ്ങനെ പോകുന്നത് മോശമാണെന്നല്ല, എനിക്ക് അങ്ങനെ പോയി എനിക്ക് തന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. അപ്പോൾ ആ ഒരു റിജക്ഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. പക്ഷെ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കഴിവുകളെ മാക്സിമം പോളിഷ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ അതായത് അയാളെ പിന്നെ മാറ്റി നിർത്താൻ പറ്റില്ലാത്തൊരവസ്ഥയായിപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ വേഷങ്ങൾ അയാൾ ഭയങ്കര നോട്ടീസ് ചെയ്യപ്പെടും. അയാളുടെ പിന്നെ ക്യാരക്ടർ എന്നാൽ അയാൾക്ക് 2 സീൻ കൊടുക്കാം, 3 സീൻ കൊടുക്കാം എന്നുള്ള തോന്നൽ വരും. പിന്നെ ഡയറക്ടർക്ക് ഇപ്പോൾ എന്നെ വെച്ച് ചെയ്യാനുള്ള ധൈര്യം കിട്ടും. ഇതിനു മുന്നേ എത്രയോ പടങ്ങൾ എന്നെ കാസ്റ്റ് ചെയ്തിട്ട് എന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും എനിക്കൊരു വിഷമവുമില്ല. ഈ ഒരു പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്വയം പണിയെടുക്കുന്ന പ്രോസസ്സാണെങ്കിലും ഇല്ലെങ്കിൽ ഈ ഒരു യാത്ര, ഒരു ലക്ഷ്യം കണ്ട് ആ ലക്ഷ്യത്തിലോട്ട് എത്തണം എന്നുള്ള പണിയെടുത്താൽ ചിലപ്പോൾ ഡിലേ ആയാൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ, ഡിപ്രഷനൊക്കെ അടിക്കാം. പക്ഷേ ഞാൻ ആ ലക്ഷ്യം അങ്ങനെ കാണുന്നില്ല, ഈ പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള എല്ലാവരോടും ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുക. ഞാനിപ്പോൾ ഭയങ്കര ആളായി വർത്തമാനം പറയണതല്ല, പക്ഷേ എനിക്ക് ആ പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ ഫീല് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സ്വയം പണിയെടുക്കുക. നമ്മുടെ വാളിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നാൽ ഒറ്റ വെട്ടിന് തന്നെ മുറിക്കാൻ പറ്റും. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. മതി, അത് മതി. ഇത്ര ഇൻസ്പിറേഷൻ കൊടുത്താൽ. അതെ. അപ്പം എന്തായാലും മാർച്ച് 1 കടകൻ വിളിക്കട്ടെ, സംഭവം കലകട്ടെ. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു. താങ്ക് യു.